നമസ്കാരം. ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി മുന്നിൽ നിൽക്കുന്നത്. കേരളത്തിലെ 20 ലോകസഭാ മണ്ഡലങ്ങളിലും തകൃതിയായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ഇക്കുറി ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ആലപ്പുഴ നിവാസികൾ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുമ്പോൾ നാളിതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കാണാത്തത്ര വീറും വാശിയും തന്നെയാണ് ഇക്കുറി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുന്നത് എന്നാണ് ആലപ്പുഴ നിവാസികൾ പറയുന്നത്. മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം പര്യടനം നടത്തിയ ക്രൈമിന്റെ മാധ്യമപ്രവർത്തകർക്കും ഇതുതന്നെയാണ് മനസ്സിലായത്. ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് പലവട്ടം നിയമസഭയിലും ലോക്സഭയിലും ഇരുന്നിട്ടുള്ള KC വേണുഗോപാലാണ് UDF പ്രതിനിധീകരിച്ച് ആലപ്പുഴയിൽ മത്സരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സ്ഥാനാർത്ഥികളെയും ജയിപ്പിച്ചയക്കാൻ സാധിച്ച UDF നഷ്ടമായ ഒരേ ഒരു മണ്ഡലം ആലപ്പുഴ ലോക്സഭാ മണ്ഡലമായിരുന്നു. ഇടതുപക്ഷത്തിന്റെ അഭിമാന മണ്ഡലമായി കനൽ ഒരു തരി എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം നിലനിർത്തിയത് A ആരിഫ് ആയിരുന്നു. സിറ്റിംഗ് MP ആയ ആരിഫ് തന്നെ ഇക്കുറിയും ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആലപ്പുഴയിൽ മത്സരിക്കുന്നു. എന്നാൽ കേരളത്തിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്ന അണികൾക്കിടയിൽ തീപ്പൊരി നേതാവ് എന്ന ഇരട്ട പേരുള്ള BJPയുടെ ഗർജിക്കുന്ന സിംഹണി എന്നൊക്കെ വിളിക്കുന്ന ശോഭാ സുരേന്ദ്രനാണ് ഇക്കുറി ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് എത്തുന്നതുവരെ BJPയുടെ A ക്ലാസ് മണ്ഡലമായിരുന്നില്ല ആലപ്പുഴ. എന്നാൽ ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തി പ്രചരണ പരിപാടികൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ ആലപ്പുഴ BJPയുടെ A ക്ലാസ് മണ്ഡലമായി മാറുകയായിരുന്നു. BJPയുടെ കേന്ദ്ര നേതൃത്വവും RSSും ചേർന്ന് ശോഭാ സുരേന്ദ്രന്റെ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഏകോപിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു. എല്ലാ അർത്ഥത്തിലും BJPയുടെ ഗ്ലാമർ മണ്ഡലമായിരിക്കുന്ന ആലപ്പുഴയിൽ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് കയറും. ആലപ്പുഴയിൽ ചരിത്രത്തിൽ ആദ്യമായി താമര വിരിയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ നിവാസികളിൽ പലരും അഭിപ്രായപ്പെടുന്നത്. ഞങ്ങൾ നടത്തിയ സർവേകളിലും ഞങ്ങൾക്ക് ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പലവട്ടം ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലും ലോക്സഭയിലും ഇരുന്നിട്ടുള്ള KC വേണുഗോപാലും ആരിഫും ആലപ്പുഴയിലെ സാധാരണ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, സാധാരണക്കാരുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി, ആലപ്പുഴയുടെ പുരോഗതിക്ക് വേണ്ടി യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലും കയർ തൊഴിലാളി മേഖലയിലുമെല്ലാം ഇറങ്ങിച്ചെന്ന് ഇവരുടെ പ്രതികരണം തേടിയ ക്രൈമിന്റെ മാധ്യമ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ സാഹചര്യത്തിൽ ആലപ്പുഴ ഒന്ന് മാറി ചിന്തിക്കുന്നു. ആലപ്പുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ നിവാസിയായി മാറിയ ശോഭാ സുരേന്ദ്രന് ഇക്കുറി വോട്ട് കൊടുക്കും എന്ന് തന്നെയാണ് ആലപ്പുഴയിലെ ആബാല വൃദ്ധ ജനങ്ങളും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. എന്നും ചുവപ്പിന്റെ വിപ്ലവ കോട്ടയായി വിശേഷിപ്പിക്കുന്ന ആലപ്പുഴയിൽ ഇക്കുറി താമര വിരിയും എന്ന് തന്നെയാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പാണ്, ഒന്നും പ്രവചിക്കാൻ സാധിക്കില്ല. എന്നാൽ KC വേണുഗോപാൽ എന്ന UDF സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായതിൻ്റെ പേരിൽ ഏത് വിധേനയും കോൺഗ്രസ് KC വേണുഗോപാലിനെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി, ജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി എല്ലാ തന്ത്രങ്ങളും പയറ്റും. കനൽ ഒരു തരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആരിഫിനെയും ഇടതുപക്ഷം ജയിപ്പിക്കുവാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമം നടത്തും. വീറും വാശിയുമേറിയ മത്സരമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ നടക്കുന്നത്. എന്നാൽ ആലപ്പുഴയിൽ ഒരു MP ഉണ്ടാകുന്നുവെങ്കിൽ, അത് താനാവുകയാണെങ്കിൽ, ആലപ്പുഴ MPക്ക് ഒരു വീടുണ്ടാവുകയാണെങ്കിൽ ആ വീട് ആലപ്പുഴയിലെ എല്ലാ സ്ത്രീജനങ്ങളുടെയും വീടായിരിക്കും എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞാൻ ആലപ്പുഴയിൽ നിന്ന് പോകുന്നില്ല. ആലപ്പുഴയിലെ അടിസ്ഥാന വികസന സൗകര്യങ്ങളെല്ലാം ലഭ്യമാക്കിയതിന് ശേഷം ആലപ്പുഴയ്ക്ക് ശുദ്ധമായ കുടിവെള്ളം, ആലപ്പുഴയിലെ സ്ത്രീകൾക്ക് അടുപ്പ് പുകയ്ക്കാൻ ആവശ്യമായ ഗ്യാസ് സംവിധാനം, പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല ഗ്യാസ്, ഇത്തരം കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴിൽ ഉൾപ്പെടെയുള്ള, പാർപ്പിടം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആലപ്പുഴയ്ക്ക് ലഭ്യമാക്കും വരെ താൻ ആലപ്പുഴയുടെ മണ്ണിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അതിന് തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധമില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തത്. ആലപ്പുഴയെ പല തവണ പ്രതിനിധീകരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ വേണുഗോപാൽ കേന്ദ്രത്തിലെ ശിശുറാം ഓലെ എന്ന നേതാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആലപ്പുഴയുടെ കരിമണൽ ധാതു മുഴുവൻ വിറ്റഴിച്ച് കോടികൾ സമ്പാദിക്കുകയായിരുന്നു.
എന്നാൽ ഈ അവസരത്തിലെല്ലാം ആലപ്പുഴ നിവാസികളെ വിസ്മരിക്കുകയായിരുന്നു. ആലപ്പുഴയ്ക്ക് വേണ്ടി ഒരു വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരാൻ വേണുഗോപാലിനായിട്ടില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളെല്ലാം പറഞ്ഞത്. ഇതുപോലെ തന്നെയായിരുന്നു ആരിഫും. പിണറായി വിജയന്റെ നയങ്ങൾക്കൊത്ത് തുള്ളുന്ന ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ മാത്രമായി ആരിഫ് തരം താഴുകയായിരുന്നു. ഇടതുപക്ഷത്തിന്റെ നയപ്രഖ്യാപന രീതികൾക്കൊത്ത് പിണറായി വിജയന്റെ താളങ്ങൾക്കൊത്ത് തുള്ളിക്കൊണ്ട് ആലപ്പുഴയെ വിസ്മരിക്കുകയായിരുന്നു. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ അരൂർ പാലത്തിനപ്പുറം എറണാകുളം മണ്ഡലത്തിൽ നടക്കുന്ന വികസനങ്ങൾ നിങ്ങൾ കാണുക. ശോഭാ സുരേന്ദ്രൻ തന്റെ ഒരു പ്രചരണ പരിപാടിയിൽ പ്രസംഗിക്കവേ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു പാലത്തിനപ്പുറമുള്ള എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആലപ്പുഴയിൽ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും എത്തി നോക്കിയിട്ടില്ല. ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ പറയുന്നത് ആലപ്പുഴയിലെ ഹൈവേയും ബൈപ്പാസും അടക്കമുള്ള കാര്യങ്ങൾ തങ്ങളാണ് കൊണ്ടുവന്നത് എന്നാണ്. എന്നാൽ ഇത് BJP സർക്കാരിന്റെ നേട്ടമാണ് എന്നുള്ളത് ആലപ്പുഴയിലെ അഭ്യസ്തവിദ്യരായ ഓരോ ആളുകൾക്കും അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അടിവരയിട്ട് സംസാരിച്ചത്. ആലപ്പുഴയിൽ നിന്നും തനിക്ക് ജയിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ വീടില്ലാത്ത ഒരാളും ഉണ്ടാകില്ല എന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചില ജീവകാരുണ്യ സന്നദ്ധ സംഘടനകളുമായി ഇത്തരം കാര്യങ്ങൾ താൻ പലവട്ടം ചർച്ച ചെയ്തു കഴിഞ്ഞു എന്നാണ് ശോഭാ സുരേന്ദ്രൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 1 രൂപ കൊടുത്താൽ ഉച്ചയ്ക്ക് ഊണ് ലഭ്യമാകുന്ന 3 ഗുരുദേവ ക്യാൻറ്റീനുകൾ ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ നിൽക്കുന്നതിനാൽ ഇതേക്കുറിച്ച് കൂടുതലൊന്നും തനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല എന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ, അതായത് ആലപ്പുഴയായിരിക്കും തൻ്റെ തെരഞ്ഞെടുപ്പ് ഗോത എന്നറിഞ്ഞ അവസരത്തിൽ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി ശോഭാ സുരേന്ദ്രൻ ബന്ധപ്പെട്ട് സംസാരിച്ചത്. അന്നേ തന്നെ ശോഭാ സുരേന്ദ്രൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിൽ 3 ഗുരുദേവ ക്യാൻറ്റീനുകൾ ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാതെ വിഷമിക്കുന്ന ആളുകൾക്ക് 1 രൂപ നിരക്കിൽ ഊണ് ലഭ്യമാക്കുന്ന ജനകീയ ക്യാൻറ്റീനുകൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ ഗുരുദേവന്റെ നാമത്തിൽ ആരംഭിക്കുന്ന ഈ 1 രൂപയ്ക്ക് ഉച്ചയൂണ് ലഭിക്കുന്ന കേന്ദ്രങ്ങൾ ആലപ്പുഴയിൽ ഇനി സജീവ സാന്നിധ്യമായിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതിനാൽ കൂടുതൽ എന്തെങ്കിലും ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ സാധിക്കില്ല എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുന്നു. ആലപ്പുഴയുടെ ധാതുവായ കരിമണൽ വിറ്റഴിച്ച് കോടീശ്വരന്മാരായ ആലപ്പുഴയിലെ രാഷ്ട്രീയ നേതാക്കൾ ആലപ്പുഴയ്ക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് ആലപ്പുഴ നിവാസികൾ ചിന്തിക്കണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു ഭീകരവാദ സംഘടനയുമായി ആലപ്പുഴയിലെ ഒരു നേതാവിന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം പരസ്യമായ രഹസ്യം തന്നെയാണ്, അങ്ങാടിപ്പാട്ടാണ്. ദളിത് മോർച്ചയുടെ പ്രവർത്തകനായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന അഭിഭാഷകനെ നിഷ്ഠൂരമായി അയാളുടെ അമ്മയും ഭാര്യയും കുട്ടികളുമെല്ലാം നോക്കി നിൽക്കെ തന്നെ വീട്ടിൽ കയറി അതിദാരുണമായി വധിച്ച ഭീകര സംഘടനയുടെ കൂട്ടുപിടിച്ച് നടക്കുന്ന ഈ ഒരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് ആലപ്പുഴയിൽ സമാധാനം കാക്ഷിക്കുന്ന ആളുകൾ വോട്ട് ചെയ്യുക എന്ന് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ നിവാസികൾ പരസ്പരം ചോദിക്കുന്നത്. ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മരണാനന്തര ക്രിയകൾ പോലും ചെയ്യാൻ രഞ്ജിത്തിന്റെ ശവശരീരം ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മുഖം പോലും വായ്ക്കരിയിടുവാൻ മുഖം പോലും അവശേഷിച്ചിരുന്നില്ല. ശക്തിയേറിയ കൂടം കൊണ്ട് അടിച്ച് രഞ്ജിത്തിന്റെ തല കല്ലിലടിച്ച പൂക്കൽ പോലെ തകർത്ത് കളയുകയായിരുന്നു. കണ്ണേതാ ചെവിയേതാ മൂക്കേതാ എന്നറിയാത്ത രീതിയിൽ തല തകർത്ത് അതിമൃഗീയമായി തന്നെയാണ് ദളിത് മോർച്ചയുടെ നേതാവായ രഞ്ജിത്തിനെ നിരോധിത സംഘടനയിൽപ്പെട്ട പ്രവർത്തകർ തച്ചു കൊന്നത്. രഞ്ജിത്തിന്റെ വൃദ്ധയായ മാതാവും ഭാര്യയും കുട്ടിയും നോക്കി നിൽക്കെ തന്നെയാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചത്. അതിദാരുണമായി രഞ്ജിത്തിനെ വധിച്ച ഭീകര സംഘടനയിലെ പ്രവർത്തകരുമായി അഭേദ്യമായ ബന്ധം തന്നെയാണ് ആലപ്പുഴയിൽ ഇന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഒരു നേതാവിന് ഉള്ളത് എന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ്. എങ്ങനെയാണ് ആലപ്പുഴയിൽ ശാന്തിയും സമാധാനവും കാക്ഷിക്കുന്ന ആളുകൾ ഈ നേതാവിന് വോട്ട് ചെയ്യുക എന്ന് തന്നെയാണ് ആലപ്പുഴയിൽ അങ്ങോളം ഇങ്ങോളം അഭിപ്രായ സർവേ തേടി നടന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ആലപ്പുഴയിലെ സാധാരണ ജനങ്ങളുടെ വികാരമായിരുന്നു അത്. ആലപ്പുഴയ്ക്ക് ആവശ്യം സ്വസ്ഥമായ വികസനമാണ്, ശാന്തമായ സ്വച്ഛമായ ജീവിതമാണ്. ഇതുവരെയും പ്രദാനം ചെയ്യാൻ ഇടതു വലത് കക്ഷികൾക്കായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇക്കുറി ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു, ഒരു മാറ്റത്തിന് വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ആലപ്പുഴ നിവാസികളിൽ നിന്നും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ സജീവൻ എന്ന് പറഞ്ഞ ഒരു CPI പ്രവർത്തകനുണ്ടായിരുന്നു. ആലപ്പുഴയുടെ ധാതുമണലായ കരിമണൽ ഖനനം ചെയ്യുന്നതിനെതിരെ സമരം ചെയ്യുന്ന സമരസമിതിയുടെ പ്രവർത്തകൻ കൂടിയായിരുന്നു സജീവൻ. ഈ സജീവൻ കടലിൽ ജോലിക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളി തന്നെയായിരുന്നു.
അദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ കാണാതാവുകയായിരുന്നു. അദ്ദേഹം എങ്ങോട്ട് പോയി, എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നറിയുവാൻ വേണ്ടി CPM-ന്റെ ഒരു പ്രവർത്തകർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു കേസ് മാത്രമാണ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. സജീവനെ കാണാതായിരിക്കുന്നു, കാണാതായ ഈ വിവരം ഊർജിതമായി അന്വേഷിക്കണം എന്ന് മാത്രമാണ് ആ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാളിതുവരെയായിട്ടും സജീവൻ എങ്ങോട്ട് പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. 2021 നടന്ന കാര്യമാണ്. കരിമണൽ ഖനന ലോബിയുമായി ഇടതുപക്ഷക്കാർ ഉണ്ടാക്കിയ രഹസ്യധാരണ മണത്തറിഞ്ഞ് ഒരു കാരണവശാലും ഇത്തരം ആളുകളെ, പ്രകൃതിയെ നശിപ്പിക്കുന്ന ആളുകളെ ആലപ്പുഴയുടെ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല, കരിമണൽ ഖനനത്തിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞ സജീവനെ ഇല്ലാതാക്കിയത് ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആലപ്പുഴ നിവാസികൾ ചോദിക്കുന്നത്. ഇന്നിപ്പോൾ കരിമണൽ ഖനനത്തിന്റെ പേരിൽ വിവാദത്തിലായിരിക്കുന്ന ശശിധരൻ കർത്ത എന്ന CMRL മാനേജിംഗ് ഡയറക്ടറും CMRL വഴിവിട്ട രീതിയിൽ കരിമണൽ ഖനനത്തിന് ഒത്താശ ചെയ്തു കൊടുത്ത മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമെല്ലാം അന്വേഷണ ഏജൻസികളുടെ നോട്ടപ്പുള്ളിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സജീവന്റെ തിരോധാനത്തിന് പുറകിൽ തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ കൈകളുണ്ട് എന്ന് തന്നെയാണ് ആലപ്പുഴ നിവാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇതിന് മുഖ്യമന്ത്രിയുടെ ഒത്താശ കൂടി ഉണ്ടായി കാണണം. മുഖ്യമന്ത്രിയുടെ ഈ ഒത്താശയ്ക്ക് ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ആരിഫിന്റെയും പിൻബലം ഉണ്ടായി കാണണം എന്ന് തന്നെയാണ് ആലപ്പുഴ നിവാസികൾ സംശയരൂപേണ തന്നെ ഞങ്ങളോട് പറഞ്ഞത്. അതെന്തായാലും അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സജീവന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ പങ്കുണ്ടോ അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ താൻ ഏതറ്റം വരെ പോകും എന്ന് തന്നെയാണ് ലോക്സഭാ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ശോഭാ സുരേന്ദ്രൻ സജീവന്റെ വീട് സന്ദർശിച്ച് സജീവന്റെ വിധവയായ ഭാര്യയോട്, സജീവന്റെ വിധവയായ എന്ന് ഭാര്യ എന്ന് വിശേഷിപ്പിക്കുന്നില്ല, സജീവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല, സജീവന്റെ ഭാര്യയോട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സജീവന്റെ തിരോധാനത്തിൽ കാര്യക്ഷമമായ ഒരു അന്വേഷണം വേണമെന്ന് CPM-ന് തോന്നാതിരുന്നത്? എന്തുകൊണ്ടാണ് ഒരു CBI അന്വേഷണം CPI ആവശ്യപ്പെടാതിരുന്നത്? AKG സെന്ററിൽ കൊടികെട്ടുന്ന പൈപ്പ് കാണാതായാൽ പോലും, അല്ലെങ്കിൽ കൊടികെട്ടുന്ന ഒരു കഴ കാണാതായാൽ പോലും CBI അന്വേഷണം ആവശ്യപ്പെടുന്ന CPM-കാർ എന്തുകൊണ്ടാണ് CPM-ന്റെ സജീവ പ്രവർത്തകനായ സജീവൻ എന്ന ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും CBI അന്വേഷണം ആവശ്യപ്പെടാതിരുന്നത്? ഇതിന് പുറകിൽ CPM-ന്റെ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രനും വ്യക്തമാക്കിയത്. അപ്പോൾ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന, നാട്ടിലെ സമാധാനം കെടുത്തുന്ന ഇടത് വലത് കക്ഷികൾ ആരായാലും തന്നെ അവർക്ക് വോട്ടില്ല എന്ന് തന്നെയാണ് ആലപ്പുഴ നിവാസികൾ ഇപ്പോഴും പറയുന്നത്. മഹാഭൂരിപക്ഷം ആളുകളും ആലപ്പുഴയിലെ ആബാലവൃദ്ധ ജനങ്ങളും ക്രൈം ഓൺലൈൻ നടത്തിയ സർവേയിൽ ഇത് തന്നെയാണ് അഭിപ്രായപ്പെട്ടത്. ശോഭാ സുരേന്ദ്രന് ഇക്കുറി ഞങ്ങൾ ഒരു അവസരം കൊടുക്കും. ആലപ്പുഴയിലെ വിപ്ലവ സിംഹിണി എന്നറിയപ്പെടുന്ന KR ഗൗരി അമ്മയ്ക്ക് ശേഷം ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു കയറുന്ന ആദ്യത്തെ സ്ത്രീ ആയിരിക്കും ശോഭാ സുരേന്ദ്രൻ എന്നാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഉയരുന്ന വർത്തമാനങ്ങൾ. അതെന്ത് തന്നെയായാലും വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം കൂട്ടുനിൽക്കാൻ തനിക്ക് സാധിക്കും. കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുന്ന ആലപ്പുഴയിൽ വികസനം കൊണ്ടുവരാൻ സാധിക്കും. അടുത്ത തവണയും ഇന്ത്യ നരേന്ദ്രമോദി തന്നെ ഭരിക്കും. അങ്ങനെ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പേരെടുത്ത് പറയുവാൻ ശോഭാ സുരേന്ദ്രന് വ്യക്തിപരമായി അറിയാവുന്ന നരേന്ദ്രമോദി സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ ആലപ്പുഴയിൽ നിന്നും ശോഭാ സുരേന്ദ്രനെ തെരഞ്ഞെടുത്ത് വിടണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രചരണ പരിപാടികളിലുടനീളം പ്രസംഗിക്കാറുള്ളത്. ആലപ്പുഴയ്ക്ക് വികസനം കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് സാധിക്കും എന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ ഓരോ പ്രചരണ പരിപാടിയിലും അടിവരയിട്ട് പറയുന്നു. അതെന്തായാലും ഈ വരുന്ന 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നിവാസികൾ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. വോട്ടെടുപ്പിന് ശേഷം, വോട്ടെണ്ണലിന് ശേഷം മാത്രമേ എന്തെങ്കിലും പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പാണ്. അവസാന നിമിഷം വരെ അടിയൊഴുക്കുകൾ കാണാൻ സാധിക്കും. ആർക്ക് അനുകൂലമായി പെരുമാറും, ആർക്ക് പ്രതികൂലമായി നിൽക്കും എന്നുള്ളതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ആലപ്പുഴയുടെ പൊതുവായ ഒരു മനസ്സ്, അവിടെ സർവേ നടത്തിയ ക്രൈം ഓൺലൈന് മനസ്സിലായ കാര്യം ഇത് തന്നെയാണ്. ആലപ്പുഴയിൽ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ വിജയിക്കും എന്ന് തന്നെ ആലപ്പുഴ നിവാസികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ക്രൈം ഓൺലൈനോട് വ്യക്തമാക്കുകയുണ്ടായി. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം, കാത്തിരിക്കാം.